പ്രിയങ്കരനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുകളെ, കേരളത്തിൻ്റെ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവരുകളെ, ഇവിടെ ഇന്ന് സംബന്ധിക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ പ്രതിനിധി ശ്രീ സഫരിയാബ് ജീലാനി, ശ്രീ ദ്വന്നന്ത് പ്രശാന്ത്, പ്രിയങ്കരായ വേദിയിൽ ഉള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വാർത്താമാധ്യമ പ്രതികളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഞാനിവിടെ നമ്മുടെ രണ്ട് ഗസ്റ്റിനെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളെയും ഇങ്ങനെ ചുരുങ്ങിയ ആളുകളെ, രമേശ് നമ്മുടെ ഗസ്റ്റാണ്, സഫരിയ ജീലാനി നമ്മുടെ ഗസ്റ്റാണ്, ശ്രീ പ്രശാന്ത് നമ്മുടെ ഗസ്റ്റാണ്, അവരെയൊക്കെ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. ഇവിടെ വേദി നിറഞ്ഞിരിക്കുകയാണ്. അഭിസംബോധന ചെയ്യാൻ പോയാൽ ഞാൻ കുടുങ്ങും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ കരിമരുന്ന് വേറെ, അതിലും വലിയ പൊട്ട് പൊട്ടിക്കാൻ ഇതിൻ്റെ പുറത്ത് ഇവിടെ ആളുകൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ കൃത്രിമമായി കരിമരുന്നൊന്നും വേണ്ട. യൂത്ത് ലീഗിൻ്റെ ശക്തിയും അതുതന്നെയാണ്. ഇവിടെ രമേശ് പറഞ്ഞതുപോലെ ഞാനിങ്ങനെ നോക്കുകയാണ്. നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ടിരുന്നാലും അറ്റം കാണുന്നില്ല, അത്ര വലിയ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഒന്ന് രണ്ട് സമ്മേളനം കഴിഞ്ഞിട്ടാണ് ഈ സമ്മേളനം. ആദ്യമൊരു സമ്മേളനം ഇവിടെ അപ്പം പൊട്ടി, നമ്മുടേതല്ല, കടയിൽ നിന്നാണ്, പൊട്ടിക്കോട്ടെ. ഇവിടെ പല ഇവിടെ അറിയാം, നമ്മുടെ BJPയുടെ അഖിലേന്ത്യാ സമ്മേളനം, നരേന്ദ്ര മോഡി വന്ന് ഇവിടെ ഒരു സമ്മേളനം കഴിഞ്ഞു. വല്ലാതെ കൊട്ടിഘോഷിച്ച ഒരു യോഗമായിരുന്നു അത്. അത് കഴിഞ്ഞാണ് വേറൊരു സമ്മേളനം. ഞാൻ ആരാണ് സമ്മേളനം നടത്തിയതെന്നൊന്നും പറയുന്നില്ല. നമ്മളൊരു മണ്ഡലം സമ്മേളനത്തിൻ്റെ വലുപ്പമുണ്ട്, അങ്ങനത്തെ ഒരു സമ്മേളനം. ഇത് രണ്ടും കഴിഞ്ഞ് കടപ്പുറം വൃത്തിയായി. നമ്മുടെ സമ്മേളനത്തോടുകൂടി കടപ്പുറം വൃത്തിയായി. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഫാസിസവും തീവ്രവാദവും ഒന്നും പോവില്ല. ഇവിടെ ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, അതൊരു കണ്ണിയാണ്. ആ കണ്ണിയിലെ ആധുനിക ഘടകമാണ് ശ്രീ രമേശ് ചെന്നിത്തല. അതിന് മുമ്പ് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ശ്രീ കെ കരുണാകരനും AK ആൻ്റണിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും. അങ്ങ് പുറകോട്ട് നോക്കാൻ ഒരുപാട് ആളുകൾ. ഇന്ന് ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് രമേശ് പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് ശരീഅത്ത് ഭേദഗതി ചെയ്യാനൊന്നും പറ്റൂല, ഇവിടെ നാനാജാതി മതസ്ഥരും ജീവിക്കുന്ന സ്ഥലമാണ്. പേഴ്സണൽ ലോ ബോർഡിൻ്റെ ആളിവിടെ ഉണ്ട്. വാട്ട് opposition leader said was, he said he will stand with the minority community of India. അതുതന്നെയാണ് നമ്മുടെ ശ്രീ പ്രശാന്ത് ഇവിടെയുണ്ട്. പിന്നോക്ക അവശ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഫോർമുലയാണ് മുസ്ലിം ലീഗിൻ്റെത്. അത് മതേതര ശക്തികളുടെ കൂട്ടായ്മയാണ്. ആ മതേതര ശക്തികളുടെ കൂട്ടായ്മക്ക് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ നമ്മൾ ഈ രാജ്യത്തെ ഇവിടെ എത്തിച്ചത്. നാളെ ഈ രാജ്യം എങ്ങോട്ടെങ്കിലും ആരെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അതിനെ തടയിടാൻ ഇവിടെ പിന്നോക്ക അവശ ന്യൂനപക്ഷ മതേതര ശക്തികളുണ്ട് എന്നാണ് ഒപ്പോസിഷൻ ലീഡർ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന രമേശ് ചെന്നിത്തല ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ കൂടെയാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ വമ്പിച്ച പടയണിയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിനൊന്നും ചേർത്ത് അത്ര എളുപ്പം പോകാൻ പറ്റില്ല. ലോകത്ത് പല ഏകാധിപതികളായ ഭരണാധികാരികളും ഉണ്ടായിട്ടുണ്ട്. പല ഏകാധിപതികളായ ഭരണാധികാരി. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് ജയിച്ചു,
എങ്ങനെയോ ജയിപ്പിച്ചതിന് ശേഷം നാട്ടിലെ ആളുകളെല്ലാം കൂടി ഇപ്പോൾ തെരുവിലാണ്. ഇത് വേണ്ടില്ലായിരുന്നു എന്നും പറഞ്ഞ് അമേരിക്കയിൽ വമ്പിച്ച പ്രതിഷേധ. എന്നമാതിരി ഇവിടെ മോഡിയെ ജയിപ്പിച്ചു. ഇന്ത്യയിലെ നൂറുകണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇപ്പോൾ ക്യൂവിലാണ്. എല്ലാവരും ക്യൂവിലാണ്. ക്യൂവിൻ്റെ പുറത്താരുമില്ല. ഇന്ത്യൻ ജനത മുഴുവൻ ക്യൂവിൽ നിർത്തിയിട്ടാണ് പ്രധാനമന്ത്രി ജപ്പാൻ പോയിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കും. ഈ ജാതി തുഗ്ലക്ക് പരിഷ്കാരമൊക്കെ ആയിട്ട് വന്നാൽ തന്നെയാണ് തുഗ്ലക്ക് പരിഷ്കാരം എന്ന് പറയുന്നത്. ഒരു ദിവസം രാജാവിന് തോന്നും ഇന്ന് ക്യാപിറ്റൽ നല്ലത് ഡൽഹിയാണ്. പിറ്റേ ദിവസം തുഗ്ലക്കിന് തോന്നും ഇവിടെ ഒരു സുഖമില്ല, എന്നാണ്ട് ആഗ്രയ്ക്ക് മാറ്റിക്കളയാം, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും മാറ്റിക്കളയാം. ഇത് തന്നെയാണ് പണ്ട് തുഗ്ലക്കും ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒരു ദിവസം ക്യൂവിൽ നിർത്താൻ മോഡിക്കല്ലാതെ കഴിയൂലായ അപാരമായ കഴിവ് തന്നെ വേണം. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഇത്രകാലം ഭരിച്ചു. ലോകത്തിലെ ഒന്നാമത്തെ ജനശക്തിയായി രാജ്യം വളർന്നു വന്നു. ആ വളർന്നു വന്ന രാജ്യത്തെ ഇന്ന് മോഡി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഒരു വശത്ത് ആവശ്യം വരുമ്പോൾ വർഗീയത പുറത്തെടുക്കുന്നു. അതിനാണ് നമ്മുടെ ഏക സിവിൽ കോഡ് വർഗീയത പുറത്തെടുത്തിരിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട. ഏക സിവിൽ കോഡും മുത്തലാഖും ഒക്കെ മോഡിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ തന്നെ ഇത് UPക്കുള്ള സാധനമാണ് എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ആവശ്യം വരുമ്പോൾ കമ്മ്യൂണലായിട്ടുള്ള ഡിവൈഡ് ഉണ്ടാക്കുക എന്ന സാമ്പത്തിക രംഗത്തെങ്കിലും അല്പം ബുദ്ധി കാണിക്കും എന്നാണ് വിചാരിച്ചത്. അതുമില്ല. ഈ ജാതിരി മണ്ടത്തരം ഇപ്പോൾ കൊടുക്കാൻ നോട്ടില്ല. ആളുകൾ മുഴുവൻ വിഷമിക്കുന്നു. മനുഷ്യനെങ്ങനെ ഉപജീവനമാർഗം? നോർത്ത് ഇന്ത്യയിലൊക്കെ റേഷൻ ഷാപ്പ് കൊള്ളയടി ഒക്കെ തുടങ്ങിയെന്നാണ് പറയുന്നത്. റേഷൻ ഷാപ്പ് കൊള്ളയടിച്ചിരിക്കുന്നു. ഇവിടെ ബാങ്കുകൾ കൗണ്ടർ എത്ര വെച്ചിട്ടാ മനുഷ്യൻ ക്ഷമിക്കുക? ഞങ്ങളും ഒക്കെ എല്ലാവരോടും ക്ഷമിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിങ്ങനെ എന്നൊന്നും നോക്കുമല്ല. ഒരീസം എല്ലാവരും കൂടി പിടിച്ചിറക്കിക്കോളും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭരണം ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ജനാധിപത്യപരമായി മുന്നോട്ട് പോകണം. ഒരു വശത്ത് തീവ്രവാദം, നമ്മൾ പറഞ്ഞു ഇവിടെ ഈ കടപ്പുറത്ത് ഫാസിസ്റ്റ് സമ്മേളനം നടന്നു. കേരളത്തിൽ എത്ര കുത്തിട്ട് നോക്കി, എത്ര വെള്ളം ഒഴിച്ചിട്ടും എന്ത് വളട്ടിട്ടും അത് വളരുന്നില്ല. ഫാസിസം വളരുന്നില്ല. എന്താ കാരണം? കേരളത്തിലെ ജനങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വളരാത്തത്. അതേപോലെ തന്നെ മറ്റത് അതിൻ്റെ എതിർവശം ഫാസിസം. അവിടെയും ഇവിടെയും ജാതി ഓലപ്പടക്കം പൊട്ടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഓലപ്പടക്കം പൊട്ടിച്ചുകൊണ്ട് നടക്കുന്ന, അതുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതുന്ന തീവ്രവാദികൾ. ആ തീവ്രവാദം ഇതുപോലെ വലിയ സമ്മേളനത്തിൽ അവരെ പേരൊന്നും പറഞ്ഞ് അവരെ വലുതാക്കാൻ ഞാൻ നിൽക്കണില്ല. അതിനകത്തൊന്നും ഇല്ല. അവർ കേരളത്തിൽ അവരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 9 എണ്ണം ഞങ്ങൾ വിജയിച്ചു എന്നുണ്ട്. ഞാൻ വിചാരിച്ചു 9 പഞ്ചായത്ത്, അത് നോക്കുമ്പോൾ 9 വാർഡാണ്. ഇതായിട്ട് കേരളത്തിലൊക്കെ വലിയ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞ കൂട്ടത്തിലൊക്കെയാണ്. അതുതന്നെയാണ് BJPയുടെയും സംഘപരിവാറിൻ്റെയും കേരളത്തിലെ വളർച്ച. ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു എന്ന് പറഞ്ഞു, അത് മുരളി കഴിഞ്ഞ ആഴ്ച അസംബ്ലി പറയുന്നത് കേട്ടു. അത് വളരെ സത്യമാണ്. എത്ര പ്രാവശ്യം ഒരു മനുഷ്യനെ തോൽപ്പിക്കുക എന്ന് വിചാരിച്ച് ഇനിയൊന്ന് പോട്ടെ വിചാരിക്കാം അല്ലേ? തോൽപ്പിക്കണേനും ഒരു കണക്ക്, അതുകൊണ്ട് ജയിപ്പിച്ചതാണ്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് ജയിക്കണ്ടേ? അപ്പം അല്ലാതെ BJPയുടെ ശക്തി കൊണ്ടൊന്നും ജയിച്ചതല്ല. അങ്ങനെ ഒരു സിമ്പതി കൊണ്ട് ജയിച്ചതാണ്. ഇനി അവിടെ മോഡിയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പിണറായി ഗവൺമെൻറ് ഇടതുപക്ഷം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നമ്മൾ ബഹുദൂരം മുന്നോട്ട് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് അതിവേഗം ബഹുദൂരം പിന്നോട്ടാണ് പോണത്. 5-6 മാസമായിട്ട് പിറകോട്ട്. ഞാൻ പറയണോ? എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ആകെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു നല്ലത് പറയാനുള്ളത് പെൻഷനെല്ലാം കൂടി ഒന്നിച്ച് കൊടുത്തു എന്നുള്ളതാണ്. കുറേ ആളുകൾക്ക് അത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നു. കഷ്ടകാലത്തിൽ ആ പൈസ വില കയ്യിലാണ് കിട്ടിയത്, അത് കൊടുത്തു. ആ കൊടുത്തത് തന്നെ. ആ കൊടുത്തതല്ലാതെ അത് തയ്യാതെ വന്നു. കർഷക തൊഴിലാളികൾക്ക് കൊടുത്തോ? ഇല്ല. അങ്ങനെ പലർക്കും കൊടുത്തില്ല. കാരണം എന്താ? അന്ന് ഇലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിച്ചപ്പോൾ, ഞാൻ വെറുതെ പ്രസംഗത്തിന് വേണ്ടി പറയുന്നതല്ല, സത്യമാണ്. രമേശ് ചെന്നിത്തല എവിടെ ഇരിക്കുന്നു, അതുപോലെ തന്നെ MLA-മാർ എവിടെയൊക്കെ ഇരിക്കുന്നു, മന്ത്രിമാരുള്ള ആളുകളുടെ ക്യാബിനറ്റിൽ ഞങ്ങൾ ആലോചിച്ചതാണ് ഒന്നിച്ചു കൊടുക്കുക. അതിൻ്റെ അടിയിലാണ് ഇലക്ഷൻ വന്നിട്ടത്. അന്നത്തെ ഫൈനാൻസ് സെക്രട്ടറിയും ബാക്കിയുള്ള ആളും അപ്പോൾ സഹകരിച്ചില്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വേറൊരു സൗകര്യമുണ്ട്. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജാതി ആമ പോണ വരിയെ പോവുള്ളൂ, പിന്നെ നടക്കൂല.
ഒരു മുടന്തൽ തുടങ്ങും, ഒരു 6 മാസം മുമ്പ് തുടങ്ങും. ഇങ്ങനെ ഞങ്ങൾ ആ പെൻഷൻ ഒന്ന് പെട്ടെന്ന് കൊടുപ്പിക്കാൻ വേണ്ടി പെടാപാടില്ലേ, പെടാപാട് പെട്ടതാണ്. അതിൻ്റെ ഇടയിൽ ഇലക്ഷൻ നിയന്ത്രണം വന്നു, അതുകൊണ്ട് കൊടുത്തില്ല. അതവിടെ ഉണ്ടായിരുന്നു. ഇത് പാരാണ്ട് പറഞ്ഞതുപോലെ ഇവർ വന്ന് ആ പെൻഷൻ തുക ഒന്നിച്ച് കൊടുത്തപ്പോൾ എല്ലാം കൂടി ഉണ്ട് ഇറങ്ങിയിട്ട് വാൾ പോസ്റ്റൊക്കെ ഒട്ടിച്ചിട്ട് ഇപ്പം കണ്ടില്ലേ പെൻഷൻ എന്ന് പറഞ്ഞു. അത് നല്ല കാര്യം തന്നെ, ഞങ്ങൾ ചെയ്തതിൻ്റെ ഒരു തുടർച്ചയെങ്കിലും നിങ്ങൾ ചെയ്തല്ലോ. പക്ഷേ ബാക്കി ഇപ്പം ഈ 5-6 മാസം നിങ്ങളതായിട്ട് എന്താ പറയാനുള്ളത്? ഞങ്ങളത് ഉദ്ഘാടനം ചെയ്ത് നടക്കുക എന്നല്ലാതെ നിങ്ങളുടേതായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് എന്ത് പ്രോഗ്രാമാണ്, എന്ത് വികസനമാണ്, എന്ത് പ്ലാനാണ്? ഞങ്ങൾ നിയമസഭയിൽ ഈ കാര്യം ചോദിച്ചു, ചർച്ചയിലൊക്കെ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്, എന്താ നിങ്ങളെ പരിപാടി? ഞങ്ങൾ വന്നപ്പോൾ 100 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങളുടെ പ്രയോറിറ്റി ഫിക്സ് ചെയ്ത് പറഞ്ഞു. ഇതുവരെ ഇവരൊരു നയപ്രഖ്യാപനം നടത്തിയില്ല. ചെറുപ്പക്കാർക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കുറ്റം പറഞ്ഞ് കഴിയാണ്. അത് എത്ര കാലം ഞങ്ങളെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞു വിടാൻ? നിങ്ങളതായിട്ട് വല്ലതുണ്ടെങ്കിൽ ഒന്ന് പറയ് എന്ന് ഞങ്ങളൊക്കെ നിയമസഭയിൽ പറഞ്ഞു. പറയുന്ന ലക്ഷണം കാണാനില്ല. മന്ത്രിമാരൊക്കെ ഇങ്ങനെ ഒരുമാതിരി നിലാവത്ത് കോഴികളെ വിട്ട മാതിരി ഒരു എത്തുംപിടി ഇല്ലാതെ ഇങ്ങനെ കളിക്കുകയാണ്. കുറച്ചു കാലമൊക്കെ എല്ലാവരും ക്ഷമിക്കും, പിന്നെ മണ്ടത്തരങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങും. ചില്ലറ മണ്ടത്തരങ്ങളൊക്കെ ഇപ്പോൾ ഒരാൾക്കേ മണ്ടത്തരം പറ്റി പുറത്തു പോയിട്ടുള്ളൂ. ഇത് മുഴുവൻ മണ്ടത്തരം കാണിക്കുന്ന ആളുകളാണ് എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങണതിൻ്റെ ഇടക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന എന്നുള്ളത് ഉമ്മൻചാണ്ടി ഇട്ടിട്ട് പോയത് വലിയൊരു പാന്താവാണ്. കേരളത്തിലെ റോഡുകൾ കണ്ടില്ലേ? 1-ാം നമ്പർ മിനുസപ്പെടുത്തിയ റോഡാണ്. അല്ലാത്ത റോഡ് കാണാൻ പ്രയാസമാണ്. പാലങ്ങൾ കണ്ടില്ലേ? ഓവർ ബ്രിഡ്ജുകളുടെ പണി നടക്കുന്നത് കണ്ടില്ലേ? എയർപോർട്ടുകൾ കണ്ടില്ലേ? എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ടിനൊക്കെ അവർ പരിഹസിക്കുകയാണ്. എയർപോർട്ടിൽ വന്നിറങ്ങിയത് പ്ലെയിനല്ല, തുമ്പിയാണെന്നാണ് അവർ പറയുന്നത്. തുമ്പിയാണെന്ന്. ചെറിയ വിമാനം തുമ്പിനും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളോട് പിന്നെ എന്ത് പറയാനാണ്? വന്ന് പാറിപ്പോയത് തുമ്പിയാണെന്ന്. അവിടെ 1-ാം നമ്പർ വിമാനം വന്നിറങ്ങിയിൽ നിയമസഭയിൽ എന്നോടൊരാൾ ചോദിച്ചു, വിമാനം വന്നിറങ്ങിയിട്ട് എന്തുണ്ടായി? നേരെ ഇങ്ങനെ ചോദിക്കണം. ഞാൻ പറഞ്ഞു, വിമാനം വന്നപാട് മടങ്ങിപ്പോയി, അല്ലാതെ എന്താണ്ടാണ്? വിമാനം വന്നിറങ്ങി, പിന്നെ ആളിറങ്ങി, അവിടുത്തെ പണി കഴിഞ്ഞ് അവർ പോയി. അവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങൾ ചെയ്യണ്ടേ? മെട്രോ ട്രയൽ ഓടി അരമണിക്കൂർ, പിന്നെ എന്തുണ്ടായി? ഞാൻ പറഞ്ഞു, മെട്രോ ഓടി, അതതിൻ്റെ ഷെഡൊക്കെ തിരിച്ചുപോയി, പിന്നെ എന്തുണ്ടാകാനാ? ബാക്കി നിങ്ങൾ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യാൻ ഞാൻ മെട്രോൻ്റെ പണി നിന്നു, വിമാനത്താവളത്തിൻ്റെ പണി നിന്നു. അതേപോലെ തന്നെ റോഡുകളുടെ ഇബ്രാഹിം കുഞ്ഞുണ്ടാകുമ്പോഴേ റോഡുകളുടെ പണി പഴയമാതിരി നടക്കുന്നില്ല. അതേപോലെ തന്നെ റോഡുകളുടെ പണി നടക്കുന്നില്ല. ഡെവലപ്മെൻറ്റിൽ കേരളം പിറകോട്ട് പോവുകയാണ്. പഴയ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് ആ ആലസ്യത്തിൽ ഇങ്ങനെ കഴിയാണ്. ആ ആലസ്യം ഇനി അധികാലം പോകില്ല. ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞു. ഇനിയൊന്ന് അവനാനെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതാണ്. LDF ഗവൺമെൻറ്, ഞങ്ങൾ യാതൊരു സംശയം വേണ്ട, നാട്ടിൽ അക്രമം. ഇവിടെ കോഴിക്കോട് ഈ സമ്മേളനം നടക്കുകയാണ്. കോഴിക്കോട് ഈ സമയം എത്ര സമാധാനപരമാണ്. ഒരു ട്രാഫിക് മുടക്കം ഈ ടൗണിലുണ്ടോ? കാരണം ലോ അബൈഡിങ് കുട്ടികളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ. അവരക്രമകാരികളല്ല, പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല. മറ്റ് 40 എണ്ണം വന്ന് 40 ലക്ഷത്തിൻ്റെ കൂനലാണ്. എന്തൊക്കെ കുഴപ്പങ്ങളാണ്. ഒരു സമ്മേളനം കഴിയുമ്പോൾ ഒന്നുമില്ല. വളരെ ഡിസിപ്ലിൻഡായി. ഞാൻ ഈ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെയും കഴിഞ്ഞ കമ്മിറ്റിയെ അങ്ങേയറ്റം അഭിനന്ദിക്കുക. 3 ദിവസമായിട്ട് അവർ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ ഒട്ടേറെ സെമിനാറുകളാണ്. അതിൽ പങ്കെടുത്ത ആളുകൾ ഇവിടെ ഇപ്പോൾ ഇവരൊക്കെ പ്രസംഗിക്കാണ്ട്, ഞാൻ ഔചിത്യം കാണിക്കില്ല, അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ജിലാനിയും അതുപോലെ തന്നെ സാവന്തുമൊക്കെ പ്രസംഗിക്കാനുണ്ട്, അവർക്കൊക്കെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണൽ ലോ ബോർഡ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് കൂടി അവർ ഒപ്പുശേഖരണം നടത്തുകയാണ്. എന്താ കാരണം? പേഴ്സണൽ ലോ ബോർഡ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ ഈ മോഡി പരിഷ്കാരത്തിനെതിരാണ്. ആ മോഡി പരിഷ്കാരത്തിനെതിരായുള്ള ജനങ്ങളുടെ ഒരു വലിയ
ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ തന്നെയാണ് ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന യൂത്ത് ലീഗിൻ്റെ ഈ സമ്മേളനം. ജനങ്ങൾ മുഴുവനെതിരാ. മലപ്പുറത്ത് സമസ്തയുടെ നേതൃത്വത്തിൽ നടന്നു. എല്ലാ മുസ്ലിം സംഘടനകളും അവിടെ പങ്കെടുത്തു. എല്ലാ സംഘടന എന്ന് പറയുമ്പോൾ ഒന്നും വന്നിട്ടില്ല, അത് പണ്ടും വന്നിട്ടില്ല, കയറിട്ട് പിടിച്ചുകൊണ്ടിരാൻ പറ്റുമോ? പറയാനല്ലേ പറ്റുള്ളൂ. മജീദ് ക്ഷണിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഞാൻ മലപ്പുറത്തും പറഞ്ഞത് കല്യാണത്തിനാവുമ്പോഴൊക്കെയല്ല അങ്ങനെ ക്ഷണിക്കല്ലേ. ഇത് രാജ്യം അപകടപ്പെടുന്നു എന്ന് കാണുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കയറുമ്പോൾ ഫോൺ ചെയ്തൊരു വിവരം പറഞ്ഞാൽ പോരെ? അപ്പം തന്നെ അതിൽ ഒരുമിച്ച് കൂടണ്ടേ? അതൊന്നും അല്ല, അത് വേറൊരു സോക്കടാണ്. ആ സോക്കട് തലുള്ള കാലം ജലദോഷം മാറൂല എന്ന് പറഞ്ഞ മാതിരി അത് ഈ തട്ടുന്ന് മാറാൻ പോടില്ല. തെരഞ്ഞെടുപ്പിൽ വേറൊരു നിറം, തെരഞ്ഞെടുപ്പ് കാലത്ത് വേറൊരു നിറം. ഏതായാലും ഒരു ഗുണമുണ്ടായി, മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കൽ അത്ര എളുപ്പമൊന്നുമല്ല എന്ന് നമ്മുടെ ശംസുദ്ദീൻ ഇവിടെ ഇരിക്കുന്ന ഈ പ്രാവശ്യം കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ നാദാപുരത്ത് അവിടെ എത്രയോ കാലമായി നമ്മുടെ പ്രവർത്തകന്മാർ അനവധി ത്യാഗങ്ങൾ സഹിച്ച് പോരാടി കഴിഞ്ഞു പോവുകയാണ്. അവിടെ കുറ്റ്യാടിയിൽ ഇവിടെ പാറക്കലിരിക്കുന്നു, അന്തസ്സുള്ള ഒരു വിജയം. അവിടെ ഒരടി കൊടുക്കാൻ CPM ഇടതുപക്ഷത്തിന് ഒരു അടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. അങ്ങനെ UDF ചില്ലറ സീറ്റ് നഷ്ടമൊക്കെ ഉണ്ടായപ്പോഴും UDF കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റു കക്ഷികളും എല്ലാവരും കൂടി അന്തസ്സുറ്റ വിജയം സമ്മാനിച്ച ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. അനാവശ്യമായി ലീഗിനെ വെല്ലുവിളിച്ചത് ചിലപ്പോൾ ഞാൻ വിചാരിക്കൊന്ന് വിളിച്ച് കിട്ടിയാൽ നമ്മൾ കഴിച്ചില്ലായി അതോടുകൂടി. കാരണം അങ്ങനെ വലിയ ആവേശമാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അവിടെയും മലപ്പുറം കലക്ട്രേറ്റിലൊരു ഒരു ബോംബുണ്ട്. ഇതൊക്കെ ആരെക്കൊണ്ടാണ് കഴിയാത്ത കാര്യമാണ്. ആരും കാണാതെ ഒരു കാറിൻ്റെ ഡിക്കിൽ കൊണ്ടുപോയി വെച്ച് പൊട്ടിക്കാൻ അതിനെന്തിനാ ഉസിര്? അതിലെന്താ ഇത്ര വലിയ കാര്യമുള്ളത്? ഈ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കാം എന്നല്ലാതെ ഇവിടെ സാദിഖലി പറഞ്ഞതുപോലെ ആരാ മാതൃകയാക്കിയിട്ട് അവരൊക്കെ പോണത്? ഏത് മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ പോണത്? ഇത് മറ്റെന്തോ താല്പര്യമാണ്. അന്തർദേശീയ തലത്തിൽ ഈ തീവ്രവാദത്തിന് ലീഡർഷിപ്പ് കൊടുക്കുന്നവർക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട്. അവർ ശക്തിപ്പെടുത്തുന്നത് ഇവിടുത്തെ ഫാസിസ്റ്റുകളെയാണ്, ഹൈന്ദവ ഫാസിസ്റ്റുകളും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഈ സംഘപരിവാറിനെയും ഒക്കെ ശക്തിപ്പെടുത്താൻ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഈ തീവ്രവാദം കളിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ശിഹാബ് തങ്ങളുടെ കാലത്ത്, അത് കഴിഞ്ഞപ്പോൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ്. യുവജനങ്ങളാണ് ഇരിക്കുന്നത് മുഴുവൻ യുവജനങ്ങളാണ്. അവർ തീവ്രവാദത്തിലേക്ക് കാലെടുത്ത് കുത്തൂല എന്നുള്ള ഗ്യാരണ്ടി ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചില്ലറൊരു വർത്താനമല്ല ഈ കാലത്ത്. ഞാൻ ഈ മലപ്പുറം കലക്ട്രേറ്റിൽ ഒരു ചെറിയ സ്ഫോടനം, കൊല്ലം കലക്ട്രേറ്റിൽ സ്ഫോടനമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ഇട്ടു. കാരണം എനിക്ക് നല്ലോണം അറിയാം ഇതൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് തീവ്രവാദം വളരാൻ പോകുന്നില്ല. ഇതിലും വലിയ ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഫാസിസവും തീവ്രവാദവും ഒക്കെ രാജ്യത്ത് നശിപ്പിക്കുകയാണ്. അതിനാണ് ഇപ്പോൾ ഏക സിവിൽ കോഡ് എടുത്തിട്ടിരിക്കുന്നത്. മുത്തലാഖൊക്കെ അതിനെടുത്തിട്ടതാണ്. മുത്തലാഖ് എന്ന് പറയുന്നത് ഒരു ചൂണ്ടയിൽ ഇങ്ങനെ കൊത്തി അങ്ങോട്ട് ഇട്ടുകയാണ്. അതിലിങ്ങനെ അറിയാതെ നമ്മളെ ഇവിടുത്തെ ചില CPM ആളുകളൊക്കെ മെല്ലെ പോയി ഒന്ന് കൊത്തി. ഇത് വലിയ ഗുണമില്ല എന്ന് കണ്ടപ്പോൾ വേം വിട്ടു ഇടതുപക്ഷത്തെ ചില MLA-മാരൊക്കെ. പക്ഷെ അവരെ പാർട്ടി അത് വിലയിരുത്തി കാണും. ഞങ്ങൾ UDF നേതാക്കന്മാരെല്ലാം ഞങ്ങളെല്ലാവരും കൂടി മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു പറഞ്ഞു, ഇത് വേറെ സാധനമാണ്, ഇതിമ കയറി കൊത്തണ്ടാന്ന്. അതിനുശേഷം വലിയ കൊത്ത് കണ്ടിട്ടില്ല അപ്പുറത്തുനിന്ന്. എന്തായാലും ശരി, നമ്മുടെ ഇന്നത്തെ ഈ കടപ്പുറത്തെ ഐക്യദാർഢ്യ ഇവിടുത്തെ ഈ റാലി തീർച്ചയായും ഏക സിവിൽ കോഡിന് എതിരെ കൂടിയുള്ളതാണ്.
I was saying this conference is also for the solidarity, express the solidarity with the person law board and the All India backward communities and the secular voices to fight against this, move against Shariat. അതും കൂടിയാണ് ഇത് എന്ന് ഞാൻ പറയുമായിരുന്നു. അവരൊക്കെ വന്നതല്ലേ, ആ ഇൻട്രസ്റ്റ് റെപ്രസെൻ്റ് ചെയ്താണ് ശ്രീ ജിലാനി ഇവിടെ ഇരിക്കുന്നത്. അവരാണത് ഇന്ത്യയിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പിറകിലാണ് ഈ രാജ്യത്തെ മതേതര ശക്തികളൊക്കെ ഇവിടെ ശ്രീ രമേശ് പറഞ്ഞതുപോലെ അണിനിരന്നിരിക്കുന്നത്. ഏതായാലും ശരി, നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് കോഴിക്കോട് പല ചരിത്രവും കണ്ടിട്ടുണ്ട്. ചരിത്രങ്ങളുടെ ഒരു ഘോഷയാത്ര കണ്ട നഗരാത്. പാപ്പുകുരുക്കൾ പച്ചക്കുപ്പായിട്ട് വന്ന അങ്ങോട്ട് തുടങ്ങി നമ്മുടെ ചരിത്രത്തിൽ വലിയ ഹിസ്റ്ററിയിൽ ഒരുപാട് സംഭവങ്ങളുള്ള അവിടെ തങ്ങളുടേതായ ഒരു കണ്ണി തുന്നിച്ചേർക്കാൻ അണ്ണാരക്കണ്ണനും തന്നാലായത് കാഴ്ചവെച്ച യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെയും അണികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.